ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സവോളയാണ്. നമുക്ക് ഈ സവോള നല്ല ഒരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് ഞാൻ 3 സവോള എടുത്തിട്ടുണ്ട്. 3 സവോള ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കനത്തിലാണ്. ഇങ്ങനെ അരിയണം. നമ്മൾ സാധാരണ അരിയുന്നത് കനം കുറച്ചിട്ടല്ലേ, അങ്ങനെയല്ല, ഇത് ഇച്ചിരി കട്ടിയിൽ ഇങ്ങനെ അരിയണം. ഇനി ഞാൻ ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റുവാണേ. നമുക്ക് എത്ര സവോള വേണമെങ്കിൽ അത്രയും എടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണം എടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തു കേട്ടോ. ഇനി ഞാനിത് ഇതിൻ്റെ അല്ലി ഒന്ന് വേർപെടുത്തുവാണേ. ഇതിങ്ങനെ തന്നെ നമുക്കിടാൻ പറ്റത്തില്ല, ഇതിൻ്റെ അല്ലി ഒന്ന് വേർപെടുത്തണം. അപ്പം ഞാൻ സവോള അല്ലി അടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണേ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണേ. ഇനി ഞാനൊരു ശകലം വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിക്കുക. ഞാൻ അതിനകത്തോട്ടൊരു 3-4 കാന്താരിമുളക് അരിഞ്ഞിട്ട് കൊടുത്ത്, ചീനിമുളകാണ് കേട്ടോ ഇതില്ലാത്തവർക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇനി ഞാൻ സ്റ്റൗവ് കത്തിച്ച് ഒരു ഫ്രൈ പാൻ അങ്ങോട്ട് വെച്ചു. അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുക കേട്ടോ. ഇത് നല്ലെണ്ണയാണ് ഇതിന് നല്ലത്, പക്ഷേ ഇത് സത്യത്തിൽ വെളിച്ചെണ്ണയാണ് ഇപ്പം ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കഴിഞ്ഞു പോയി, അപ്പം ഇത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണയാണ് അച്ചാറിനൊക്കെ ടേസ്റ്റ്. നമ്മുടെ എണ്ണ ചൂടായി. ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുകയാണ്. കരിയാപ്പില ഇട്ടു. 2 ഉണക്കമുളക് അതും ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഈ ഗ്യാസ് ഇതൊന്ന് ഓഫ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഞാനിനി മുളക് പൊടി ഇടുമ്പോൾ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിനകത്തോട്ട് ഞാൻ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതൊരു 2 സ്പൂണ് മുളക് പൊടിയുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക. ഞാൻ ഇച്ചിരി കായപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ സവോള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നാളെ കൂട്ടാനാണ് നല്ലത് കേട്ടോ. ഇന്നതെടുക്കുമ്പം അതിന് ഉപ്പും പുളിയൊന്നും പിടിക്കത്തില്ല. നിങ്ങൾ ആവശ്യത്തിന് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നു, അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല അച്ചാറാണ്, ഇട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. എന്നിട്ട് ഒരു ലൈക്കും ഒരു ഷെയറും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.